അത് നടക്കില്ല സുഭദ്രേ. ചന്ദ്രോത്ത് വീട്ടിലെ പെൺകുട്ടികളിൽ ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര പുതുമ? അവളുടെ മൂത്തതുങ്ങൾ 10 വരെ പോലും പോയിട്ടില്ല. അതുകൊണ്ടെന്താ 18 തികയുന്നതിന് മുമ്പ് നല്ല ബന്ധം കണ്ടെത്തി 2 എണ്ണത്തിനെയും കെട്ടിച്ചു വിട്ടതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. രാമചന്ദ്രൻ ഭാര്യയുടെ മുഖത്ത് നോക്കി കട്ടായം പറയുമ്പോൾ അവർ പല്ല് കടിച്ചുകൊണ്ട് മുഖം വെട്ടിച്ചു. ഒരു സുഖജീവിതം. അവിടുത്തെ കഷ്ടപ്പാട് ആ പാവങ്ങൾക്കറിയാം. സമയത്തിന് 2 അക്ഷരം പഠിപ്പിച്ചിരുന്നെങ്കിൽ സ്വന്തം കാലിലെങ്കിലും നിൽക്കാൻ കഴിഞ്ഞേനെ അതുങ്ങൾക്ക്. അയാളോടുള്ള അമർഷവും എന്നാൽ ഭയവും കാരണം അവർ പതുക്കെയാണ് അത് പറഞ്ഞത്. നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ സുഭദ്രേ? അയാൾ അവരെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ കഴുത്തിലെ വിയർപ്പൊപ്പിക്കൊണ്ട് അയാളെ നോക്കി. അത് വല്യവളുമാരെ പോലെ അല്ലല്ലോ രാജിമോള്. അവൾ പഠിക്കാൻ മിടുക്കിയല്ലേ. 10ലും +2നും നല്ല മാർക്ക് മേടിച്ചാണ് ജയിച്ചത്. അവളുടെ മൂത്ത നിങ്ങളുടെ 2ാമത്തെ മകന് പോലും അത്രയും മാർക്ക് കിട്ടിയിട്ടില്ല. അവർ ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുമ്പോൾ അയാൾ ഉമ്മറത്തിരുന്ന കോളാമ്പിയിലേക്ക് നീട്ടിയൊന്ന് തുപ്പി. അതുകൊണ്ടാണ് അവളെ ഇത്രയെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറായത്. അല്ലെങ്കിൽ 10 വെച്ച് തന്നെ പഠിപ്പ് നിർത്തി ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു വിട്ടാരേ. പിന്നെ കൂടുതൽ മോഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞേക്കവളോട്. പെൺപിള്ളാരെ കൂടുതൽ പഠിപ്പിച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. പഠിക്കാനും കാശുണ്ടാക്കാനും കെട്ടിച്ചു വിടാനും കാശുണ്ടാക്കണം. അതിനൊന്നും ഉള്ളത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളുടെ മോനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചതോ? അതുപോലെയല്ലേ അവളും? അവൾക്കും കാണില്ലേ മോഹങ്ങൾ? അവൾക്ക് വേണ്ടി വീണ്ടും വാദിച്ചു അവർ. അയ്യടി മോളെ, അവനെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. മാസാമാസം അവൻ അയക്കുന്ന കാശ് എൻ്റെ കീശയിലേക്കാണ് വരുന്നത്. പഠിപ്പിച്ചത് മൊത്തം ഞാൻ മുതലാക്കുന്നുണ്ട്. 2 പെൺപിള്ളാരെ കെട്ടിച്ചു വിട്ടതിൻ്റെ നഷ്ടം ഞാൻ നികത്തുന്നത് തന്നെ അവനിലൂടെയാണ്. ഇനി ഇവളെ കെട്ടിച്ചു വിടാനും ഞാൻ കാശുണ്ടാക്കണം. നീ എന്തായാലും അവളോട് ഒരുങ്ങിയിരിക്കാൻ പറ. വൈകുന്നേരം ഒരു കൂട്ടർ വരും. അവനെ കാണാൻ കൊള്ളാങ്കി ഞാനതങ്ങ് ഉറപ്പിക്കും. രാമചന്ദ്രൻ കട്ടായം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുഭദ്രയ്ക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. അയാളുടെ പെൺമക്കളോടുള്ള മനോഭാവം അവർക്ക് നന്നായി അറിയാം. കണ്ണുനീർ പോലും പൊഴിക്കാൻ കഴിയാതെ അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് പുറത്തു നടക്കുന്ന സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് താൻ വാങ്ങിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളും നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്ന രാജിയാണ്. മോളെ, അമ്മ പറഞ്ഞു നോക്കി. അച്ഛൻ സമ്മതിക്കുന്നില്ല. അവർ പറയുമ്പോൾ നിസ്സഹായയായി അവൾ അവരെ ഒന്ന് നോക്കി. ഒരു കാര്യം ചെയ്, നമുക്ക് രമേശനോട് പറഞ്ഞു നോക്കാം. അവന് പഠിപ്പും ജോലിയും ഉള്ളതല്ലേ. അവൻ്റെ ഇളയ പെങ്ങളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവനും കൂടി ഉള്ളതല്ലേ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അവരുടെ ആ വാക്കിൽ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രതീക്ഷകൾ തെളിഞ്ഞു വന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അസ്തമിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. അച്ഛനെ എതിർക്കാൻ തനിക്ക് കഴിയില്ല എന്ന് രമേശൻ അമ്മയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ രാജിക്ക് അവളുടെ സ്വപ്നങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കൂട്ടർ അവളെ കാണാൻ വന്നു. ചന്ദ്രോത്ത് വീട്ടിൽ രാമചന്ദ്രന്റെ വാക്കുകൾ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് വന്നവരുടെ മുമ്പിൽ അവളും ഒരുങ്ങി നിന്നു. പയ്യൻ ഓട്ടോ ഡ്രൈവറാണ്. 4 പുത്തനുണ്ടാക്കാൻ ഒരു മടിയില്ലാത്തവനാണ്. പെണ്ണിന് ഒരു കുറവും ഉണ്ടാവില്ല. ചെറുക്കനൊപ്പം വന്ന ഒരു കാരണവർ ഉണ്ണിയപ്പം കടിച്ചുകൊണ്ട് പയ്യനെ പുകഴ്ത്തി പറയുമ്പോൾ അവൾ അയാളെ പാളിയൊന്ന് നോക്കി. സുന്ദരനാണ്, മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചിരി. എങ്കിലും ഇനിയുള്ള കാലം സ്വപ്നങ്ങളെല്ലാം ത്യജിച്ച് അയാളുടെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ടി വരൂ എന്ന് ഓർത്തപ്പോൾ അവളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. എതിർക്കാൻ അവകാശമില്ലാത്ത ആ പെണ്ണിന്റെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത ആ ചങ്ങല വീഴാൻ അധിക ദിവസം വേണ്ടി വന്നില്ല. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് യാത്ര പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോലും അയാൾ വന്നില്ല. ഭാരം ഒഴിച്ചു വിടുന്നത് പോലെയുള്ള ആത്മസംതൃപ്തിയായിരുന്നു രാമചന്ദ്രന്റെ മുഖത്ത്. രമേശിന്റെ ചുണ്ടിലാണെങ്കിൽ ഗൂഢമായ ഒരു മന്ദസ്മിതവും. ഒരുപക്ഷെ മൂത്ത സഹോദരിമാരെ പോലെ ഈ സഹോദരിയും ഒഴിഞ്ഞു പോകുന്നതിനുള്ള സന്തോഷമായിരിക്കാം അയാൾക്കും. അധികം കാശൊന്നുമില്ലാത്ത ഒരു വാടക കാറിൽ അയാൾക്കൊപ്പം അയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു വീടിന്റെ വലതുഭാഗത്ത് നീല ടാർപ്പ കൊണ്ട് കെട്ടിയ ചെറിയ ഷെഡിന് താഴെ കിടക്കുന്ന ഓട്ടോ. ഇനിയുള്ള അവളുടെ ജീവിതം നിർണയിക്കുന്നത് അവനാണ്. ഇറങ്ങുന്നില്ലേ? അയാളുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ ഞെട്ടലോടെ നോക്കുന്നത്. ചെറുപുഞ്ചിരിയിൽ കാറിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് അവൾ. മെല്ലെ ഒന്ന് തലകുലുക്കിയതും അയാൾ പുറത്തിറങ്ങി അവൾക്ക് വേണ്ടി ആ ഡോറ് തുറന്നു പിടിച്ചു. പുറത്തിറങ്ങുമ്പോൾ കണ്ടു സാധാരണ ഒരു കല്യാണ വീട്ടിലുള്ളതുപോലെയുള്ള ആൾക്കൂട്ടം. നന്ദന്റെ ഭാഗ്യമാണ് ഈ ബന്ധം. ചന്ദ്രോത്ത് തറവാടെന്താ നിസ്സാരാണെന്നാണോ? അവിടുന്ന് ഒരു പെണ്ണ് കാലെടുത്ത് വെച്ചാൽ തന്നെ കുടുംബത്തെ മഹാഭാഗ്യമാണ് സംഭവിക്കാൻ പോകുന്നത്. വെറ്റില മുറുക്കാൻ മുറുക്കിക്കൊണ്ട് പ്രായം ചെന്ന അമ്മായി പറയുന്നത് അവളുടെ കാതിലേക്ക് പതിച്ചു. ഭാഗ്യം. അവൾ ചുണ്ടൊന്ന് കൂട്ടി. ആരൊക്കെയോ വന്ന് പരിചയപ്പെട്ടു. നന്ദനെന്നാണ് അയാളുടെ പേരെന്ന് പോലും അവൾ മനസ്സിലാക്കിയത് അപ്പോഴാണ്.
വൈകുന്നേരം കുളിച്ചു മാറ്റി വന്നപ്പോൾ നന്ദന്റെ അമ്മ അവളുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു. ചെല്ലുമോളെ, അവനവിടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. കിഴക്കുവശത്തെ ഗോവണി വഴി മുകളിൽ ചെന്നാൽ ആദ്യം കാണുന്ന മുറിയാണ് നിങ്ങളുടേത്. അവർ വഴി ചൂണ്ടിക്കാണിച്ചു. അല്ലെങ്കിലും ആരൊക്കെയോ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ നടക്കാനാണല്ലോ അവളുടെ വിധി. ഗോവണി കടന്ന് ആ മുറിയുടെ മുൻപിലെത്തുമ്പോൾ അതടഞ്ഞു കിടക്കുകയാണ്. പതുക്കെ അവൾ തള്ളി തുറന്നു. മുട്ടി നോക്കാനൊന്നും നിന്നില്ല. അകത്ത് ചെല്ലുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണാനില്ല. അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിനുള്ളിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. അയാൾ കുളിക്കുകയാണ്. അമ്മ കൊടുത്തുവിട്ട പാൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൾ തിരിയുമ്പോഴാണ് മറ്റൊന്ന് അവളുടെ കണ്ണിൽ പെടുന്നത്. ഒരലമാര നിറയെ പുസ്തകങ്ങൾ. അവളുടെ കണ്ണുകൾ ടേബിളിലേക്കും പോയി. അവളുടെ കണ്ണുകൾ അതിശയത്തോടെ വിടർന്നു വന്നു. സാഹിത്യങ്ങളും നോവലുകളും ഒന്നുമല്ല അതൊന്നും. പകരമെല്ലാം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ട പുസ്തകങ്ങൾ. അവളുടെ ശ്വാസം ഉയർന്നു പൊങ്ങി. ഒന്നും മനസ്സിലാകുന്നില്ല. ഞെട്ടലോടെ നിൽക്കുമ്പോഴാണ് പുറകിലെ ബാത്റൂം തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പിന്നിൽ അയാളുടെ കാൽപെരുമാറ്റവും കേൾക്കാം. നോക്കണ്ട, എല്ലാം എൻ്റേത് തന്നെ. തന്നെ പോലെ തന്നെ സിവിൽ സർവീസാണ് എൻ്റെ ലക്ഷ്യവും. പിന്നെ തന്നെ പോലെ +2 അല്ല ഞാൻ, ബിടെക്കാണ്. അത് റാങ്കോടെയാണ് പാസ്സായത്. അയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾ ഞെട്ടലോടെ പിന്തിരിഞ്ഞു. ഞാൻ ഒന്നും പറയണ്ട, എല്ലാം എനിക്കറിയാം. വരൂ, നമുക്കൊരിടം വരെ പോകാം. ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് അയാൾ പറയുമ്പോൾ അവൾ ഒന്നും മനസ്സിലാകാതെ തന്നെ നോക്കി നിന്നു. വാടോ പൊട്ടിക്കാളി. പൊട്ടിക്കാളി, ആ പേര് അയാളിൽ നിന്നും കേട്ടതും അവളുടെ കണ്ണുകൾ ഉരുണ്ടു വന്നു. ഒരാൾ മാത്രമാണ് അവളെ അങ്ങനെ വിളിക്കാറുള്ളത്. മറിച്ചൊന്നും ചോദിക്കാതെ അയാൾക്ക് പിന്നാലെ ഗോവണി ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മ അവിടെയുണ്ട്. എടാ നന്ദ, നിനക്ക് ക്ഷീണമില്ലെങ്കിലും ആ കൊച്ചിന് ക്ഷീണം കാണും. അതിന് ഉറങ്ങാൻ വിട്ടൂടെ? നാളെ അതിന് ക്ലാസ്സിന് പോകേണ്ടതല്ലേ? അവരൊരു ചിരിയോടെയാണ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ 4 പാടും പാഞ്ഞു. അവൾക്കിനി സമാധാനത്തോടെ ഉറങ്ങാമല്ലോ. അമ്മ എന്തായാലും കഥ കടച്ചു കിടന്നു. അവന് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ മുൻപിലേക്ക് വന്നു. കണ്ണുകൾ കൊണ്ട് അതിലേക്ക് കയറാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ അതിലേക്ക് കയറി. നീണ്ട പാടവരമ്പ് പിന്നിട്ട് അത് ചെന്ന് നിന്നത് അവൾ എന്നും പ്രാർത്ഥിക്കാറുള്ള അവളുടെ മഹാദേവന്റെ അമ്പലനടയിലാണ്. ഓട്ടോ ചെന്ന് നിന്നതും വലിയ ആൽത്തറയിൽ നിന്നും അയാൾ ചിരിയോടെ എഴുന്നേറ്റ് വന്നു. അവളെ എന്നും പൊട്ടിക്കാളി എന്ന് വിളിക്കുന്ന അവളുടെ ഏട്ടൻ രമേശൻ. എടി പൊട്ടിക്കാളി. പെട്ടെന്ന് അവൻ വിളിക്കുമ്പോൾ ഓടിച്ചെന്നാ നെഞ്ചിലേക്ക് അവൾ കിടന്നു. നീ എന്താ വിചാരിച്ചത് പെണ്ണെ? അച്ഛനെ പോലെ നിന്റെ സ്വപ്നങ്ങളെല്ലാം തകർക്കുന്ന ഒരേട്ടനാണ് ഞാനെന്നോ? അല്ലടി, എൻ്റെ മുമ്പിൽ ഇത് മാത്രമായിരുന്നു വഴി. നമ്മുടെ വീട്ടിൽ നിന്നാൽ നിനക്കൊരിക്കലും പഠിക്കാൻ സ്വസ്ഥമായിട്ട് കഴിയില്ല. എനിക്കും അച്ഛൻ്റെ മുമ്പിൽ പല പരിമിതികളുണ്ട്. അതിൽ ഞാൻ കണ്ടെത്തിയതാണ് ഈ മാർഗം. കൂടെ നിന്നത് നിന്നെപ്പോലെ തന്നെ സിവിൽ സർവീസ് എഴുതി ഒരു IPS ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ നന്ദനും, നന്ദഗോപൻ. ഇന്നീ കാക്കിയാണ് അവൻ അന്നം കൊടുക്കുന്നതെങ്കിൽ നാളെ അതേ കാക്കി തന്നെ അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കും. ഒപ്പം നിന്റെ സ്വപ്നങ്ങൾക്കും ചിറക് നൽകാൻ അവൻ കൂടെ കാണും. അല്ലടോ? പിന്നല്ലാതെ. ദാ രാജഗിരി കോളേജിൽ BSc ഫിസിക്സിനുള്ള അഡ്മിഷനാണ്. നാളെ മുതൽ ജോയിൻ ചെയ്യണം. ഭർത്താവ് ഒരു ഓട്ടോക്കാരനാണെന്ന് പറയാൻ മടിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. നന്ദൻ പറഞ്ഞു തീർന്നതും ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവൾ. എടി പൊട്ടിക്കാളി, ഞാനൊരാങ്ങളെ ഇവിടെ നിൽപ്പുണ്ട്. വീട്ടിൽ പോയിട്ട് 2 പേരും റൊമാൻറ്റിക് ആയിക്കോ. കൂട്ടത്തിൽ പഠിത്തം ഉഴപ്പരുത്. ഞാനും അങ്ങ് വരും. കമ്പയിൻ സ്റ്റഡിക്ക് എനിക്കും ഒരു IPS ആകണം. എന്നിട്ട് വേണം നമ്മുടെ തന്തക്കാരനവരുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാൻ. രമേശൻ പറഞ്ഞതും കണ്ണുനീരിനിടയിലും അവൾ ഉറക്കെ ചിരിച്ചുപോയി. എങ്കിൽ പിന്നെ നമുക്ക് പോകാം. നാളെ കോളേജിൽ പോയി തുടങ്ങേണ്ടതല്ലേ? നന്ദൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവളും അതിൽ കയറിയിരുന്നു. IAS IPS എന്നും 2 സ്വപ്നങ്ങൾ മുൻപിൽ കണ്ട് നമുക്ക് യാത്ര തുടങ്ങാം. എന്തേ? അവൻ കിക്കറിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ പുറകിലത്തെ സീറ്റിലിരുന്ന് അവൾ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് ആ കവിളിൽ അമർത്തിയൊന്ന് മുത്തി. ആ നിമിഷം രമേശിന് കൈ കാണിച്ചുകൊണ്ട് അവർ അവരുടെ യാത്ര തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.